Today, we are here to strengthen that link. Shimla Vidyalaya Vadagala has been fortunate to be a part of the second phase of fruit tree planting in Ernakulam. Let us begin this auspicious day by invoking the blessings of the Almighty. The timeless verses of the poet, activist, Subhada Kumari teachers, Oru Thai Nadam, is a touching tribute to Mother Earth. It reminds us of a bond with nature. We now bring to you a beautiful presentation of the song, which is a rhythmic tribute to Mother Earth. Oru Thai Nadam നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാം പൂപ്പുകൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാം പൂപ്പുകൈ മാത്രമായി, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ
ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. Yes, we have to partake in this soulful plea, and that's why we are here today. Videos have the power to inform and inspire by showcasing real achievements and dedication. We have with us 2 eminent personalities. Shri Madhu S. Nair, Chairman and Managing Director of Cochin Shipyard Limited, and his wife, Srimati K. Ramita, who is a scientist with NPOL DRDO. They have been gracious to share videos of their organization's commitment to innovation, national security, and service to the nation. Let's watch the videos. പ്രൊഫസർ കെ വി തോമസ് വിദ്യാധരൻ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ ചടങ്ങിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്ന്, കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ വടതല ചിന്മയ വിദ്യാലയത്തിൽ 2000-ഓളം വരുന്ന വിദ്യാർത്ഥികളുമായി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള കാർഷിക രംഗത്തും പ്രതിരോധത്തിലും അതുപോലെ ഷിപ്പ് ബിൽഡിങ്ങിലും വലിയ മാറ്റങ്ങൾ നാം നേരിട്ട് മനസ്സിലാക്കുകയാണ്. ഇന്നിവിടെ കൃഷി വിജ്ഞാൻ കേന്ദ്ര എറണാകുളവുമായി സഹകരിച്ചുകൊണ്ട് ഫലവൃക്ഷ തൈകൾ നട്ടുകഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രൂട്ടി ഗാർഡൻസ്, ഫലവൃക്ഷ തൈകളുടെ തോട്ടം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി എറണാകുളം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടുകൂടി വിദ്യാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ ഫലവൃക്ഷങ്ങൾ നടുകയാണ്. അത് വളർത്തിയെടുക്കുകയാണ്. വിദ്യാർത്ഥികളും കാർഷിക മേഖലയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന പരിപാടിയാണിത്. കഴിഞ്ഞ 3 വർഷങ്ങളായി വളരെ ഫലപ്രദമായി ഫ്രൂട്ടി ഗാർഡൻസ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, നാമെല്ലാം കറിവേപ്പില ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷേ കറിവേപ്പില നട്ടു വളർത്തുക അത്ര എളുപ്പമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 25,000-ഓളം വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടുകളിൽ ആധുനിക രീതിയിൽ നട്ടു വളർത്തിയ കറിവേപ്പില തൈകൾ
ഞങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങിയത്. ആദ്യകാലത്ത് വിതരണം ചെയ്തതിൻ്റെ 50-60% വളർന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ടെക്നോളജി മാറി, കാർഷിക സമ്പ്രദായങ്ങൾ മാറി, ഞങ്ങൾ കൊടുക്കുന്ന കറിവേപ്പില തൈകളുടെ ഏകദേശം 100% തന്നെ ഇന്ന് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കറിവേപ്പില. കറിവേപ്പില പോലെ വലിച്ചെറിയും എന്ന് പറഞ്ഞാലും കറിവേപ്പില നമ്മുടെ കറികളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. വിഷരഹിത കറിവേപ്പില, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ 25,000 വിദ്യാർത്ഥികൾക്ക് ഈ കറിവേപ്പില എത്തിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. മറ്റൊന്ന്, 2 പ്രധാനപ്പെട്ട വ്യക്തികളെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഷിപ്പ്യാർഡിന്റെ ചെയർമാനായ മധു എസ് നായർ. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ പത്നി കൂടിയായ നമ്മുടെ NPOL പ്രതിരോധ റിസർച്ചിന്റെ സയന്റിസ്റ്റായ റമീത. 2 പേർക്കും ധാരാളം പ്രത്യേകതകളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ഈ എറണാകുളം നഗരത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് വളർന്ന് ഇന്ന് രാജ്യത്തിന് അഭിമാനകരമായി മാറിയ 2 വ്യക്തികളാണ് മധു എസ് നായരും അതുപോലെ രമീതയും. മധു എസ് നായർ കൂടുതൽ പുറത്തറിയപ്പെടുന്നുണ്ടെങ്കിലും റമീത പ്രഗത്ഭയാണ്. പക്ഷേ പ്രതിരോധ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കൂടുതൽ പ്രസിദ്ധി കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ പല പരിപാടികളിലും ഇവർ 2 പേരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവരെ മാതൃകാ ദമ്പതികളായിട്ട് മാത്രമല്ല, മാതൃകാ പൗരന്മാരായി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് രാജ്യത്തിനും സമുദായത്തിനും സമൂഹത്തിനും മാറ്റങ്ങൾ വരുത്തുന്നതിൽ പങ്കുചേർന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ ഷിപ്പ്യാർഡുമായി എനിക്ക് വലിയ ബന്ധമുണ്ട്. ഞാൻ 1960 തേവര കോളേജിൽ വിദ്യാർത്ഥിയായിട്ട് വരുന്നത്. ദീർഘകാലത്തെ ബന്ധം എനിക്ക് ഷിപ്പ്യാർഡുമായിട്ടുണ്ട്. ആദ്യത്തെ കപ്പൽ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, റാണി പത്മിനി, അതിന്റെ കീല് ഇട്ടത് ഇന്ദിരാഗാന്ധിയാണ്. അന്നത്തെ ചെയർമാൻ പൊക്കം കുറഞ്ഞ അഡ്മിറൽ കൃഷ്ണനാണ്. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി വന്ന് കീലിട്ട് കഴിഞ്ഞ പത്രക്കാരെ കണ്ടു. അപ്പൊ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഷിപ്പ്? അപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഇഫ് ഇറ്റ് സിങ്സ് ഇറ്റ് വിൽ ബിക്കം എ സബ്മറൈൻ, ഇഫ് ഇറ്റ് ഫ്ലോട്ട് ഇറ്റ് വിൽ ഗോ ഫോർവേഡ്. അവിടെ നിന്നാണ് ഇത് മുന്നോട്ട് പോയത്. എറണാകുളം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ദീർഘകാലം, ഏകദേശം 40 വർഷക്കാലം ഒരു ജനപ്രതിനിധി ആയിരുന്ന ഒരാളെന്ന നിലയിൽ ഷിപ്പ്യാർഡിന്റെ വളർച്ചയും തളർച്ചയും നേരിട്ടുള്ള ഒരാളാണ്. അതിൽ ശ്രീ മധുവിന്റെ സംഭാവന വളരെ വലുതാണ്. ഞാൻ മെട്രോമാൻ എന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീധരൻ ഉൾപ്പെടെ ഇന്നത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡ് അഭിമാനകരമായി വളർന്നതിൽ മധുവിന്റെ വലിയ സംഭാവനയുണ്ട്. വലിയ വെല്ലുവിളികളോടെ ഷിപ്പ്യാർഡ് മുന്നോട്ട് പോയത് ഇന്ന് അഭിമാനകരമായി ഇന്ത്യ രാജ്യത്തെ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ത്യക്ക് അഭിമാനകരമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് മധുവിന്റെ വലിയ സംഭാവനയും. അതുപോലെ തന്നെ നമ്മുടെ സബ്മറൈൻ ടെക്നോളജിയിൽ പുറത്ത് പ്രതിരോധ സാഹചര്യങ്ങൾ പുറത്തു വരുന്നില്ലെങ്കിലും സോണാർ സിസ്റ്റം ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ രമീത വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള 2 വ്യക്തികൾ നിങ്ങൾക്കെല്ലാം മാതൃകയാണ്. അതുകൂടി ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇവരെ 2 പേരെയും ക്ഷണിച്ചത്. ഞങ്ങൾ വിളിക്കുന്ന എല്ലാ പരിപാടികളിലും വരുന്ന ഗസ്റ്റുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ആളുകളാണ് അവരെല്ലാം. ചെറിയ ജീവിതം ആരംഭിച്ച് വലിയ തോതിൽ, ഉദാഹരണമായിട്ട് മെട്രോ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ് മെട്രോ ശ്രീധരൻ. എത്ര വെല്ലുവിളികളുണ്ടെങ്കിൽ നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ് ഉൾപ്പെടെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ, കൊച്ചിൻ മെട്രോ ഉൾപ്പെടെ ഒക്കെ നിർമ്മിക്കുന്ന കാര്യത്തിൽ ശ്രീധരന്റെ സംഭാവന വളരെ വലുതാണ്. അങ്ങനെയുള്ളവരെല്ലാം ചെറിയ തോതിൽ വന്നയാളില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ
ഇവിടെ നമ്മോടൊപ്പമുള്ള മധുവിനെ പോലെയോ അല്ല രമീതയെ പോലെയോ വളരേണ്ട ആളുകളാണ്. അപ്പോൾ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കുന്ന താല്പര്യം ഒന്ന് കാർഷിക മേഖലയിലേക്ക് നമ്മുടെ മനസ്സ് മാറണം. മറ്റൊന്ന്, ഏത് വെല്ലുവിളികളെയും സ്വീകരിച്ചുകൊണ്ട് മധു എസ് നായരെ പോലെയും രമീതയെ പോലെയും നിങ്ങൾക്കും വളരാൻ കഴിയണം. അതിനുള്ള സാഹചര്യമാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന. ഈ പ്രോഗ്രാമുമായി സഹകരിച്ചത് എൻ്റെ ഏറ്റവും വളരെ സുഹൃത്തും ട്രസ്റ്റിൻ്റെ ഒരു ഗൈഡ് കൂടിയായ ഇവിടുത്തെ ചീഫ് സേവക് ശ്രീ ഗോപാലകൃഷ്ണനാണ്. ഞങ്ങൾ ട്രസ്റ്റിനോടൊപ്പം അദ്ദേഹം ദീർഘമായി പ്രവർത്തിക്കുന്നതാണ്. വേണുഗോപാൽ സി ഗോവിന്ദ് നമ്മുടെ നഗരത്തിൽ അറിയപ്പെടുന്ന കാട്ടയുടെ കമ്പനി. അങ്ങനെ എനിക്ക് അധ്യാപകർ ഈ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നതിന് പകരം എല്ലാവരെയും പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ പേരിലും കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. I invite our dignitaries to kindly light the lamp and mark the beginning of this program. Let me at the outset offer my Sastang pranams at the lotus feet of P.G. Gurudev, with whose grace and blessings all of us are present today to conduct, organize and witness this most prestigious and auspicious project under the Chimya Vision program that we have conducting along with Professor K.V. Thomas Vidyadhanam Trust as well as Avisay Shipyard. Most respected Managing Trustee of K.V. Thomas Vidyadhanam Trust, Professor K.V. Thomas, esteemed and revered Chief Guest of the day, Sri Madhu S. Nair, the Chairman and Managing Director of the prestigious Shipyard. Chimya Mission program, in essence, the constant, consistent cultivation of character, virtues and inner strength in the students to face the life, understand the opportunities and make use of that. The essence of, the quintessence of Chimya Mission program is, I will say, in addition to academic excellence and academic brilliance, the character and competence is equally important, because we truly believe that the technology, the innovation, all other things are only a tool to reach a goal. It is not an end by itself. And on this occasion, when I was remembering a very reputed Sanskrit sloka, which gives the message, ultimately, Paropakaraya Vichaka, starting with that, and ends with Paropakarat idam shariram. The meaning thereby, the trees bear fruits for the welfare of others, the river flows for the benefit of others, the cow creates and provides milk for others. Naturally, a human body, which is a combination of all, a Panchabhuta represented by river, water, and the next plant kingdom, next I will say the cow, animal kingdom, and we are a combination of that. Paropakara Pitham Shariram, this body, this soul, this mind is for the Paropakara, for the service and welfare of the human beings. Studying in class 6C with the son of none other than Sino Subramaniam, was the student who really
helped us to organize this event. When this program is being organized in so many other schools in the city, the beloved daughter said to the father, why not our school? And we are having this program only because of that student. I would like to all of you to give a good applause to that good student. Come. So, I will say literally, Parobhagaratham Sariram has been established at this tiny age, studying in the 6th standard. She knows her father who can do that, and that has been done for the benefit of the Vidyalaya that she is teaching. And equally, I appreciate and admire the class teacher, Ashwin E.K., who has motivated, cultivated such a bright young student. I will say she is an inspiration to all of us. Okay. She is an inspiration to all of us, and I request every student, every teacher, every parent to do one action for your own classmates, your own schoolmates, your own friends, and give this grand opportunity to all your friends to see that more number of students are coming to this Vidyalaya, getting admitted to Vidyalaya, getting benefit by the Vidyalaya, so that this culture can be rather transferred to them. Thomas and Madhu Ismail for blessing us by giving this opportunity. 2,000 students are going to get the plans today. 4,000 parents are going to see that, and 8,000 grandparents are going to witness this. Everyone, thank you very much. Now I invite Sri Venugopal C. Govind, Senior Trustee, CMSC TGC, for the special address. Truly a great day for us. Fantastic day. Beautiful day. Freshness and fragrance all over, full of blossoms. The whole atmosphere is invigorating, exciting, enchanting, exhilarating, whatnot. I must very happily acknowledge the great contribution of Professor K.V. Thomas Vidyadhanam Trust for having initiated this wonderful project today, and for having got two very eminent personalities of the state in India, Dr. Madhu Nair and Madam Ramita. And we had a very fantastic opening with the tree plantations, all of us participating. That's why it's a great day, beautiful day indeed. This morning started with a wonderful, I must say, dance ensemble by our little kids. What a beautiful dance presentation they made. Mm-hmm. Whoever has written that poem, she deserves or he deserves an outstanding, heartfelt congratulations. Uridai Nadam, Ammekku vendi Uridai Nadam, Makkalkku vendi Uridai Nadam, 100 കിളികൾക്ക് വേണ്ടി Uridai Nadam, നാളേക്ക് വേണ്ടി, what more is required. Heartiest congratulations to all the little ones who performed, all the teachers who trained them also, wonderful. As was rightly mentioned, what has been initiated today cannot be explained in mere words. What it will do to our students is very important. That's the most important aspect of it. It creates an ecological environment, ecological awareness. It creates a social awareness. It creates an ethical awareness. More than anything else, it contributes to the practical experiential learning. What has been done is not merely planting of some little trees here. Certainly the trees will grow and grow and grow, and will extend its benefit for ages to come. But what it is going to deeply plant inside the little minds, growing minds, innovative minds of our children is inexplicable. Most awarely they connect with the nature. Most important, they connect with the nature. They learn about what nature is all about. Our children have to learn about it. It creates them, it provides a virtual lab, physical laboratory for them. See, it's a whole laboratory. You can have chemistry there, you have botany there, you have biotechnology, you have mathematics there, you have everything there. Half of it he or she could not. And you name it. She knows they are edible vegetable but doesn't know what it is. Then something happened. A 6-year-old son of the maid servant of the house was brought in, who was studying only in a local school, and he was asked to identify these vegetables. Simple for them. You see that.
The rural children have the knowledge. The urban children do not have it. So this connects the children, our children who are growing in the urban atmosphere, to get to the roots, what the nature is all about, what is the food that we eat, what the quality of the food they eat. We grow, our little ones also grow, young ones grow eating junk food. They don't know what is healthy food, what is nutritious food. All this they do not know, so eat whatever they like. So this will also teach them by entering into the biodiversity of it, by letting to know the scientific value of each of these vegetables and what it contains, the fruits, what it contains. Not only that enhances their scientific knowledge or knowledge about nature and the nature's creations, it will also make them understand how they should eat, when they should eat, what they should eat. Each fruit, each vegetable has different capabilities, competence, and scientific formula, everything into that, all kinds of vitamins, minerals, everything in that. We will also come to know about that. So the benefit that is going to accrue to our children in the long run cannot be explained. Mere words. Hats off to Professor K.V. Thomas and his Vidyadhanam Trust for having initiated this program. I only wish that this program gets totally expanded and reaches inexplicable width and depth and breadth, no doubt about it. I'm sure all the schools will also come forward when they see examples of this nature. And I must pay my obeisance, my respects to Dr. Madhu Nair and Madam Renita for having taken their valuable time on a fine morning like this to be with you all. Thank you all once again. God bless and good luck to all our children and involved. You see all around now, every one of you is going to plant a tree. Enjoy, learn and learn. God be with you all. Thank you very much. To understand the scientific vision behind this initiative, I invite Dr. Shinoy Subramanian, Principal Scientist and Head, ICAR, Krishi Vignan Kendra, Ernakulam, to present the project brief. This program we started way back in 2017, 8 years back. That time the name of the program was Karshaga Mitram, instituted by Professor K.V. Thomas Vidyadhanam Trust. And since 2017, the Krishi Vigyan Kendra Ernakulam under the Indian Council of Agricultural Research was giving the technical backstopping for the program. The objective of this program is to create environmental awareness among the young minds. That is a primary objective. At the same time, we also wanted to create awareness among the students how to derive healthy food when you are at the same time when you are conserving the environment. That is the reason why recently we have started planting 2 trees across the educational institutions in the Ernakulam. Today also we planted 10 saplings here. It all give you fruits. So how to convert the soil into food? That's what the trees are doing. That is one aspect of that. Now, how the trees are conserving the environment? Basically, we have to understand that aspect. Because now the environmental degradation is mainly due to accumulation of carbon dioxide, one of the greenhouse gases that is contributing to the global warming. And we are also exhaling carbon dioxide. Industries are giving out the carbon dioxide. Automobiles are giving out the carbon dioxide. And these carbon dioxide levels, when it is more than a certain level, it contributes a lot of issues like particularly the global warming and climate change. Using a sponge, you are absorbing the water. So the water will be inside the sponge. Something similar to that. The carbon dioxide will be stored in the plant, on the trees. So it acts as a sink. That is the reason why we should always promote planting the trees. Another aspect of this program is, Thomas sir mentioned in the beginning itself, distributing curry leaf saplings. Why curry leaf? 2017, when we conducted a study, we found that the curry leaf contains a maximum pesticide residues among the items that we are purchasing from a vegetable shop. That means, curry leaf, though it is a very simple thing, this is a message that what we are going to convey to all of you, that you should always go for a healthy food. And when we
came to know about this fact in 2017, we traced the supply chain of curry leaf and we ended up in a village called Peddavadrapudi near Vijayawada in Andhra Pradesh, where truckloads of curry leaf on a daily basis is coming to southern states. Myself and Shoji, we all a team went there, we stayed there, had discussions with farmers, pesticide dealers, and we came to know that it is a serious matter actually. Even the previous day of harvesting, they are spraying for keeping the shelf life. So then we decided we will distribute or will make a facility for distributing curry leaf plants to our people here. But the greatest issue is curry leaf, it is difficult to get established. Why? Because in Kerala, mostly these curry leaf plants we are taking from the roots. So roots, when you take a curry leaf plants, that will have a horizontal root system. So it is very difficult to get it established. I am delighted to invite Shri Mathu S. Nair, Chairman and Managing Director, Cochin Shipyard Limited, to deliver the inaugural address. ഇന്നിവിടെ വരാൻ സാധിച്ചതിലും ഇതുപോലൊരു യോഗത്തിൽ കുട്ടികളുടെ കൂടെ നിൽക്കുവാൻ സാധിക്കുന്നതും വലിയൊരു ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. See, many a times, like people like us are called into events, we are asked to talk some words. We do this, and sometimes I joke and I say that it's people like Professor Kevin Thomas. For him, things like this is day in and day out, because we see people like Sri Kevin Thomas as a towering political personality. For him, it's in and out. These are normal things. For people like me also, ഇതുപോലുള്ള ഇവന്റുകളിൽ ചെല്ലുന്നത് ഞാൻ കഴിയാവുന്നതും ഐ ട്രൈ ടു അവോയ്ഡ് ബിക്കോസ് ഓഫ് വേരിയസ് പ്രസിംഗ് റീസൺസ്. ബട്ട് സംടൈംസ് ഐ ഫീൽ ഇതെല്ലാം ഒരു നിയോഗമാണ്. ഇറ്റ് ഈസ് എ ഫ്ലോ. വെൻ യു ലുക്ക് അറ്റ് ദ ലാർജർ പിക്ചർ, ഇന്ന് ഇവിടെയുള്ള ചെറിയ കുട്ടികളാണ് മിക്കവരും. പറഞ്ഞാൽ ചിലപ്പോ അത്രയും മനസ്സിലാവില്ല, എന്നാലും there's a beautiful flow in life. ആ ഫ്ലോയിന്റെ പാർട്ടായിട്ടാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഈ ക്യാമ്പസിൽ when you come into this campus, there was something very, very positive. There's an energy here. Our energy, I presume that energy is there in all schools. That is the energy which comes from a young child. Our energy coupled with some beautiful teachers, ആ ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി. ഈ ഇതിൽ കയറി ഞാൻ ഇന്ന് വരുമ്പോൾ ചെടികൾ നട്ടു. ആ ചെടികൾ നടുമ്പോൾ അതിന്റെ കൂടെ ഹെഡ് ഗേൾ, ഹെഡ് ബോയ്, ഓരോ ഗ്രൂപ്പിന്റെ കുട്ടികൾ കൂടെ നിൽക്കുന്നു. ബട്ട് അവരെല്ലാവരുടെയും ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഫേസ്. ദ ഫേസ് ഇസ് സോ ദാറ്റ് ഇന്നസെൻസ്, ദാറ്റ് എക്സൈറ്റ്മെന്റ്, ദാറ്റ് ഗുഡ്നെസ്, ദാറ്റ് ഈസ് വെരി, വെരി ഇമ്പോർട്ടൻറ്റ്. And people like me, sometimes, when you go through ups and downs in your professional path, these are matters of great energy. I'm not saying just because I'm on a vediyil ninnu parayunnalla. This is real, because that energy, that so അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് വേറെ എവിടുന്നും കിട്ടില്ല. അത് വീട്ടിലിരുന്ന് കഴിഞ്ഞാലോ ചില വേദികളിൽ ചെന്നാലോ കിട്ടില്ല. ഇതുപോലെയുള്ള സ്കൂളുകളിൽ വന്ന്, അതും ഈ സ്കൂളിന്റെ പ്രത്യേകത ഞാൻ കണ്ടത്, വന്ന് കയറി ദ എൻറ്റയർ പ്രോസസ്, ആ ഓരോ കുട്ടികളും ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് നിന്ന്, കയ്യിൽ കുറച്ച് പുഷ്പമായിട്ട് നിന്ന്, സ്മൈൽ ദേ ഹാഡ് ഓൺ ദ ഫേസ്. These are all the inner things that come in. ശ്രീ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റ് മുൻകൈയെടുത്ത് ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം ഇവിടെ it's been explained. What is that symbolic part? How it connects? I'm not getting to that aspect. ചെടി വെക്കുന്നതും ആ ചെടി നട്ട് മരമായി വരുന്നതും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പാർട്ടും അതിൻ്റെ ഒരു സിംബോളിക് പാർട്ടും. ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് ദാറ്റ് ഹോൾസം എക്സ്പീരിയൻസ്. ഈ മുറിയിൽ വന്ന് ഇവിടെയും the way I see the starting, സുഗതകുമാരി ടീച്ചർ എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ നിന്ന് ഈ കുട്ടികളെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. ടീച്ചറിനെ പോലെയുള്ളവരും ഇന്ന് നമ്മൾ ഇവിടെ ഞങ്ങൾ നടന്നു വരുമ്പോൾ പറയാം സുഗത വനം എന്ന് പറഞ്ഞ് നമ്മൾ വനങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന് പറയുമ്പോഴും
സുഗതകുമാരി ടീച്ചറിന്റെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു കവിതയോ ഇന്ന് ഇവിടെ ഒരു കാവ്യ സൃഷ്ടി നിങ്ങൾ ചെയ്തപ്പോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ പോയിന്റ്, ഇറ്റ്സ് ആക്ച്വലി ലൈഫ്, ഇറ്റ്സ് ആക്ച്വലി എനർജി. അത് ഇറ്റ്സ് ഡീപ് റൂട്ടഡ്. അത് ചൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി when you actually don't read it as a poem, just go back, read it again with a heart and mind connected, it connects. അതുപോലെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പ്രൊഫസർ MK പ്രസാദ്, പ്രൊഫസർ സീതാരാമൻ, ഇതുപോലെയുള്ള ആൾക്കാരെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നും സൈലന്റ് വാലി പോലെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. So there is a lot in the environmental part and that connect and that human values and the ethos. അപ്പോൾ there's a lot which I am learning in the last 1 hour I have been in this hall. ഈ ഹാളിൽ കയറി കഴിഞ്ഞപ്പോൾ I saw some very clear difference. And it was connecting to my mind on multiple reasons. ഞാൻ എൻ്റെ ഓഫീസിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ എൻ്റെ in the CMD's cabin, I have a plaque in front of me. എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്ലാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഗീതാഞ്ജലിയുടെ വേഴ്സസ് ആണ്, ടാഗോറിന്റെ. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് the mind is without fear and the head held high എന്ന് പറയുന്ന വേഴ്സ്. പക്ഷെ ആ വേഴ്സിൽ കുറച്ച് കഴിഞ്ഞ താഴേക്ക് പോകുമ്പോൾ there are sentences which are not potentially as known as those first sentences. There's a sentence which says where knowledge is free. It's a standalone sentence and standalone words are where knowledge is free. കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോൾ there is a sentence saying where the mind is led forward by thee into the ever widening thoughts and action. ഞാൻ ഇന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ ആ കവി എഴുതിയത് ever widening thoughts and action. He wrote it should be ever widening. Tagore is a great poet. Tagore ബംഗാളിയിലാണ് അത് ഒറിജിനലി എഴുതിയിരിക്കുന്നത്. Translation is also by Tagore into English. His English was also very strong. ആ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ടാഗോറിന് വേണമെങ്കിൽ he could have written where the mind is led forward by thee into wide thoughts or wide actions or something like that. But he wrote ever widening. And then he said thoughts and actions. ചിന്തകൾ വേണം, പക്ഷെ ചിന്തകൾ മാത്രമല്ല, ചിന്തകൾ കഴിഞ്ഞ് പ്രവർത്തനം വേണം. ചിന്തകളും പ്രവർത്തനവും നിൽക്കാനും പാടില്ല. If you reach here, you have to go there. If you go there, you have to go there. അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും പോകണം. It has to be ever widening. Tagore was telling us, എപ്പോഴാണ് പറഞ്ഞത്? 150 വർഷം മുമ്പാണ് പറഞ്ഞത്. Indirectly, he said, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ you are not a human being. What is a human being എന്നുള്ളത് നമുക്ക് കൺവേ ചെയ്ത് തരുന്നു. And then he said, into that heaven on earth, let my Lord, let my country awake എന്നാണ് പറഞ്ഞത്. ആ മേഖലയിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടില്ല. ഇന്ത്യ ഹാസ് നോട്ട് യെറ്റ് റീച്ച്, ഭാരത് ഹാസ് നോട്ട് യെറ്റ് റീച്ച് ദാറ്റ് ലെവൽ. ബട്ട് ദാറ്റ് തോട്ട് പ്രോസസ് വെൻ ഐ വാസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, ഈ ഒരു വേദി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് the beauty at which this institution has nourished thoughts. ആ തോട്ട്സിൽ മാത്രം നിൽക്കുന്നില്ല, actions, because that is something which as a professional I really felt. The entire program has been, it's precise. അതിനകത്ത് ഈ ഹാളില് ടീച്ചേഴ്സ് ഇരിക്കുന്നവർ നോർമൽ ഒരു ഹാളിൽ ഇരിക്കുന്ന പോലെ മുമ്പിലല്ല ഇരിക്കുന്നത്. The teachers are sitting interspread between the students. It's got multiple reasons, it's got the thoughts and the activity connect, and it is very precise. കാരണം I could see ഒരു കുട്ടി കാലിലെ ഷൂ ടൈ ചെയ്യാൻ നിന്നപ്പോൾ സൈഡിലിരിക്കുന്ന ടീച്ചർ പറഞ്ഞു just stand, നേരെ ഇരിക്കും പറഞ്ഞു. I could see you actually saying that. Those are actually very, very important things for me. കാരണം I have done my masters in Japan. ജപ്പാനിൽ 3 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കണ്ടത്, അവിടെ ടീച്ചേഴ്സും കുട്ടികളും ഒരുമിച്ചാണ്. നമ്മുടെ ഈ സംസ്കാരത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ആക്ച്വലി ലാസ്റ്റ്, മാതാപിതാ ഗുരു ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എവിടെയോ വെച്ച് നമ്മൾ ഈ കണക്ട് കുറച്ച് മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം സംശയം. അതുകൊണ്ടാണ് കെ വി തോമസ് സാറ് വിളിക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും ചെല്ലുന്നത്. കാരണം കെ വി തോമസ് ഇന്ന് എല്ലാവരും കാണുന്ന ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി, ടവറിംഗ് പൊളിറ്റീഷ്യൻ ആയിരിക്കും. ബട്ട് ഫോർ മീ
K.V. Thomas sir is one of the finest chemistry professors in this part of the world. ആ കണക്ട് അപ്പൊ അതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഞങ്ങളെ BCG എന്ന് പറയണ ശ്രീ വേണുഗോപാൽ സി ഗോവിന്ദ് പറഞ്ഞത് അക്രോസ് പീപ്പിൾ. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീ K.V. തോമസ് സാറിനെ പോലെയുള്ളവരെ എന്ന് പഠിക്കണം. എല്ലാവരുമായിട്ട് മാന്യമായിട്ട് പെരുമാറുക. നമുക്ക് we may have our difference of opinion, we may have our thoughts different, but at the end of the day the human values are very important. So for me coming here, what I was trying to say is ഇതിനകത്ത് a lot of learnings, and ഇതുപോലുള്ള ഒരു സ്ഥലത്ത് വരാൻ പറ്റുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. That is why I said it's a നിയോഗ. ആ നിയോഗം നമ്മുടെ ആ ഫ്ലോയിന്റെ പാർട്ടായിട്ട് വരുന്നു, and then you get a lot of energy. When I go back from here, I'm very happy that I come here. I get a lot of energy. Let me touch upon a little bit of a practical side also in the event. So that is an exciting tech and technology possibility. The other part is the sustainability discourse that's happening globally. കാരണം ഈ ലോകം ഇതുപോലെ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ we need to actually understand what nature is. ആ നേച്ചറിനോട് ചേർന്ന് നിന്ന് ഇന്ന് ഗ്ലോബലി ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഡീറ്റെയിൽ ബട്ട് ദെൻ ദ ഗ്രീൻ ട്രാൻസിഷൻ ആൻഡ് ദ എനർജി ട്രാൻസിഷൻ ദാറ്റ്സ് ഹാപ്പനിങ് വേൾഡ് വൈഡ്. പീപ്പിൾ ലൈക്ക് മീ, വി ആർ ഹെവിലി കണക്റ്റഡ് ഇൻ അവർ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്. There is a subtle and very strong, it is subtle, you won't see it, but it is absolutely strong. So normally there are not things which can be subtle and at the same time strong. There are again two possibilities. There is a tech possibility and there is a economic possibility. ഭാരതത്തിനെ പോലെ ഒരു രാജ്യത്തിന് ഇത് രണ്ടും വേണം. നമുക്ക് ആ ടെക് പോസിബിലിറ്റിയും വേണം, നമുക്ക് ഡെവലപ്മെന്റ് പോസിബിലിറ്റിയും വേണം. Because this is a country, as our Honorable Prime Minister Shri Narendra Modi has been exhorting, Viksit Bharat. Viksit Bharat എന്ന് പറയുന്ന ഒരു thought process ആണ്. But 100 years after independence, and when you people ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ആയിരിക്കും, you will control not just Bharat, you will control the world. I'm 100% sure you will control the world. ഈ കുട്ടികളായിരിക്കും ലോകം കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാവ് ഗ്രേറ്റ് തോട്ട്സ്, ആ തിങ്കിങ് ഇൻകൾക്കേറ്റ് ചെയ്യണം. ആ തിങ്കിങ്ങിന്റെ പാർട്ടാണ് സുഗതകുമാരി ടീച്ചർ. നിങ്ങൾ ഇന്ന് ഇവിടെ ചെയ്ത ആ ഒരു കാവ്യ സൃഷ്ടി, അത് പ്ലീസ് ടേക്ക് ഇറ്റ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട്. ഇന്ന് നട്ടിരിക്കുന്ന ഒരു ചെടി, ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നുവിടുന്ന ഒരു കറിവേപ്പില, അത് ഇറ്റ് മേ ലുക്ക് വെരി നോർമൽ, അതിലും തെറ്റൊന്നുമില്ല. ചെറിയ കുട്ടികൾ ഇത്ര ഒരുപാട് അഗാധമായി ചിന്തിക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. Just do that act, but in doing that act, just get connected. Do that act connected, and then I think everything will be very good for you. The world is going to be your playground. Stay healthy, stay happy. എപ്പോഴും നല്ല ചിന്തകളും വന്ന വഴികളും മറക്കാതിരിക്കുക. മത പിത മറക്കാതിരിക്കുക. ഗുരു, when you move out from the school also, ഇന്നത്തെ സീനിയർ കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും സ്കൂളിനെയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന ആളുകളെ ആരെയും മറക്കാതിരിക്കുക. ഡോണ്ട് ഫോർഗെറ്റ് യുവർ റൂട്ട്സ്, ഡോണ്ട് ഫോർഗെറ്റ് ഭാരത്. വന്ന് നമ്മളെക്കാളും ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എല്ലാവരും ചേർന്ന് നിന്ന് നല്ലൊരു ഭാരതത്തിനായിട്ട്, നല്ലൊരു നാളേക്കായിട്ട്, ടീച്ചർ പറഞ്ഞ പോലെ, സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ, നല്ലൊരു നാളേക്കായിട്ട്, നമ്മൾക്ക് മാത്രമല്ല ഏറ്റവും അമൂല്യമായ ഒരു സംസ്കാരം തന്നിട്ടുള്ള രാജ്യമാണ്, ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ട ഒരു സംസ്കാരമാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഭാരതത്തിന്റെ ആ ഒരു തോട്ട് പ്രോസസ് ഇംബൈബ് ചെയ്ത് we have inculcate pride in yourself, inculcate pride that ഈ രാജ്യത്ത് ഈ അച്ഛനും അമ്മയ്ക്കും ജനിച്ച മക്കളായിട്ട് ഉള്ളതില് have pride in it, have pride that you're born to a great samskaram, and then take things forward. I wish you all the best. Now, I invite Srimati K. Ramita, scientist, NPOL, to address the gathering. Very happy and delighted to be here today amongst all of you. ഒരുപാട് സന്തോഷം മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്.
first of all, congratulations to the Vidyadanam Trust for organizing such a wonderful project in association with all the other agencies, to see that these projects are not just tree planting projects. It is much beyond what we imagine. ഇന്ന് ഇവിടെ നടക്കുന്ന പ്രോജക്റ്റ് ഒരുപാട് മനസ്സുകളിൽ ആണ് ആ തൈ വിതയ്ക്കുന്നത്. അപ്പൊ അത് മുന്നോട്ട് ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നമ്മൾ കാണുന്നതിലും വളരെ വളരെ അപ്പുറത്താണ്. അപ്പൊ അത് ഇത്രയും നന്നായി ഓർഗനൈസ് ചെയ്ത ചിന്മയ വിദ്യാലയവും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വിജ്ഞാന കേന്ദ്ര, കൃഷി വിജ്ഞാന കേന്ദ്രം, അവരെല്ലാവർക്കും hearty congratulations to be able to do this project, and I wish that this project spread across the state and be very very inspiring to other schools also around, and best wishes to take this project forward. I want to convey a couple of things only. You know that I belong to DRDO. DRDO is Defense Research Development Organization, and that is an organization who has 52 or 50, it is little reduced because of the recent reforms, around 50 laboratories across the length and breadth of this country. We are working on very very large projects like the combat aircrafts, like the indigenous submarine building, and to the level of chemical warfare, and even to the food supplements that are required for the frontier soldiers that we have. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്പെക്ട്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമാണ്. നമ്മൾ ഇഫ് യു ഗോ റീൽ ബാക്ക് മെനി ഇയേഴ്സ്, ഏറ്റവും ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. എറണാകുളത്തെ സാധാരണ സ്കൂളിൽ പഠിച്ച്, ഇവിടുത്തെ കോളേജിൽ പഠിച്ച്, ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച്, ആൻഡ് ഐ വോണ്ട് ടു ടെൽ ദാറ്റ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സെൽഫ് ബിലീഫ്. നമുക്ക് സാധിക്കും എന്നൊരു ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രോജക്ട്സ് എല്ലാം ഉടലെടുക്കുന്നത്. ഓൾ ദീസ് പ്രോജക്ട്സ് ഹാവ് ബീൻ conceived by a very very motivated team of small group of people, and it has surpassed the performance of the best of its class in the world. That is what I want to tell you. Self belief. നമുക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ പ്രോജക്റ്റും മനസ്സിലാണ് ആദ്യം ഉണ്ടാവുന്നത്. ആ മനസ്സിലൊരു വിത്തായിട്ട് ആ പ്രോജക്റ്റ് വരുന്നു. നമ്മളൊരു സംഘം ചേർന്ന് അതിന്റെ പ്ലാൻസ് ഡിസൈൻ എല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഡിസൈൻ ബോർഡിൽ നിന്ന് ഒരു പ്രോട്ടോടൈപ്പിലേക്ക് മാറുന്നു. ആ പ്രോട്ടോടൈപ്പ് ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം ആവുന്നു. അത് കഴിഞ്ഞ് അത് വേരിയസ് സ്റ്റേജസ് ഓഫ് ട്രയൽസിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അത് ഇൻഡക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആവുന്നു. അങ്ങനെ ഒരു യാത്ര ആലോചിച്ചാല് നമ്മൾ വി ആർ അഗൈൻസ്റ്റ് വെരി വെരി മേജർ പ്ലേയേഴ്സ് ഇൻ ദ ഡിഫൻസ് ഇക്കോസിസ്റ്റം, മോസ്റ്റ്ലി ഫ്രം ദ US and the other major players in the defense ecosystem. അതിനെല്ലാം സർപ്പാസ് ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് കോൺഫിഡൻസ്. ഇന്ന് നിങ്ങളിവിടെ കണ്ടു ഡിഫൻസ്, ഞാനൊരു ചെറിയ വീഡിയോയില് you could have got a glimpse of what DRDO is doing, what rather NPOL is doing. We are doing something for to protect our vast coastline. We know that we are into a very very geopolitical scenario കാരണം ഒരുപാട് adversaries within and across ഉണ്ട്. So our coastlines have to be guarded very very diligently. To that we require many systems, underwater systems വേണം. ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ഒരു സെറ്റ് ഓഫ് പാഷനേറ്റ് ആളുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ദറ്റ് സെൽഫ് ബിലീഫ്. വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് it is possible for us who has very very normal background to think that it is possible. ആ ഒരു സീഡിൽ നിന്നാണ് ഈ പ്രോജക്ട്സ് എല്ലാം ഉണ്ടാവുന്നത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ഒരു ഫസ്റ്റ് ആയിട്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. Another thing is with regard to living close to the nature. നമ്മളിവിടെ കണ്ടു, നമ്മൾ സാപ്ലിങ്സ് പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്തപ്പോ the emotion in which we are doing that is very important. അത് നന്നായിട്ട് നർച്ചർ ചെയ്യണം. അത് കൂടുതൽ
അത് നട്ട ആൾക്കാരും ഇവിടുത്തെയുള്ള എല്ലാവരും ചേർന്ന് അതിട്ട് വലിയ വലിയ വൃക്ഷം ആയിട്ട് വരുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെയാണ്, ആസ് ഒരു അനാലജി പറയാനാണെങ്കിൽ, യു ഹാവ് ബീൻ പ്ലാന്റഡ് ഇൻ ടു ദിസ് ഓർഗനൈസേഷൻ വേർ ഇറ്റ് ഇസ് ദ ബെസ്റ്റ്, ദ പൊട്ടൻറ്റ് സീഡ് ദാറ്റ് ഇസ് യു is being planted into this organization. ഇവിടെ നർച്ചർ ചെയ്യാൻ ഇതുപോലെ നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ചേർന്ന് നല്ല ഒരു 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 ഇന്റഗ്രേറ്റഡ് ഹ്യൂമൻ ബീങ് ആയിട്ട് നിങ്ങൾ വരണം. ഐ എം ഷുവർ ദാറ്റ് യു വിൽ കം ദാറ്റ് വേ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് അക്കാഡമിക്സ് അലോൺ. യു ഹാവ് ടു ഹാവ് യുവർ ആർട്സ്, സുകുമാര കലകള്, യുവർ ലിറ്റററി സ്കിൽസ്, യുവർ ഓൾ അതർ സ്കിൽസ്. അങ്ങനെ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. അതിന് ഇതുപോലത്തെ കണക്ട് ടു നേച്ചറും എല്ലാം എല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മള് നേച്ചറിനോട് ചേർന്ന് നിന്നുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളിപ്പോ അനുഭവിക്കാറേ ഇല്ല. ഒരു പൂ ഇടരുന്നതിന്റെ ഭംഗിയോ, ഒരു ആകാശത്ത് മഴക്കാർ വരുന്നതിന്റെ ഭംഗിയോ ഒന്നും നമ്മൾ അധികം ആസ്വദിക്കാറില്ല. ഇറ്റ് ഹസ് ബിക്കം എ പാർട്ട് ഓഫ് ലൈഫ്. ഇറ്റ് ഹസ് ബിക്കം വെരി വെരി നോർമൽ. ബട്ട് ഇഫ് യു sit and enjoy those things, you have lot of lessons to learn from those small things in life. That's very important aanu. Connect to the nature, see that you belong to nature, don't go away from nature. Another important thing is that you must have seen that second video in which I have shown that the work environment that we work in, it is very very constrained environment. It is inside the submarine, and I've just shown a video in which I'm coming out of a capsule. It is very, even for a healthy male, it is a very difficult environment. And we work on months together inside that oxygen deprived environment. The power within is very, very infinite. Cash on that energy that you have. Move with confidence, connect to nature. And I am sure that our country is having a great future with institutions like Chinmaya nurturing the children. The potency that has been sown here I am sure that will bloom into very very beautiful individuals whom the country is looking forward to. I wish you all the best, and Jai Hind. May I now request our Chief Sevak, Sri A. Gopalakrishnan, to give a proposal of a major tree plantation drive and also an installation of AI lab in our school to Sri Madhu. Whatever we do at Chinmaya Vidyalaya Varadala is always in consonance with nature. Unmitigated efforts are being made to instill environmental consciousness and ecological awareness in all our students. A host of environmental initiatives like the Win It to Bag It by the Manorama Group, the Plogathon, the Well-Being Out of Waste by the ITC, the Mathrubhumi Seed Project, the UNESCO's World Heritage Volunteering Project, the Swachh Bharat program by the Education Department, the Cities for Forests are just a few to mention. Enduring efforts to save and regulate water and power, along with the installation of the climate clock, have fetched us umpteen awards, accolades and appreciation from various sectors. The Vidyavanam Trust, with its tentacles stretching across schools to drive home its green consciousness among students, is definitely a giant leap in the right direction. I congratulate profusely Sri K.V. Thomas for propagating this noble cause and ushering in an era of responsibility. I congratulate and place on record my deep gratitude to Sri Madhu S. Nair and Ramita ma'am for gracing this occasion and for all the inputs and noble insights offered. Dr. Shinod Subramaniam and Sri Shuji Edison, I thank you profusely once again for collaborating with the trust as well as with the school and providing saplings. My sincere gratitude to Sri E. Gopalakrishnan
and Sri Vedugopal Sigovin, Chief Sevak and Senior Trustee, CMSCT respectively, for sowing the seeds of interest and for your infallible involvement to fructify this program. We believe that our continual existence in the educational landscape as a leading institution requires us to excel in environmental performance alongside others. Thank you all once again. Our deep gratitude goes to our chief guest, Sri Madhu S. Nair, Chairman and Managing Director of Cochin Shipyard Limited, and Srimati K. Remita, Scientist G, NPOI, which is under the Defense Research and Development Organization. Sir and ma'am, your presence here today underscores the vital link between industry, technology, and the environmental sustainability. Thank you for your inspiring words and for leading the ceremonial planting. We have a deep sense of gratitude to Professor K.V. Thomas, Special Representative of Kerala Government and the Managing Trustee of Vidyadhanan Trust. Your vision for empowering students through such initiatives is truly commendable, sir. He is very precise in planning and implementing all these activities, and it's our privilege to associate with Vidyadhanan Trust in all their agriculture related activities. Thank you very much, sir.